കണ്ണുകളടച്ച് ഒരു നിമിഷം കേൾക്കുന്നുണ്ടോ? നിന്റെ നെഞ്ചിനുള്ളിൽ ആ ശാന്തമായ ശബ്ദം. അത് ഭയമല്ല, സംശയമല്ല, അത് നിന്റെ ഹൃദയമാണ്. ഇന്ന് നമ്മൾ ആ ഹൃദയത്തിന് മൈക്രോഫോൺ കൊടുക്കുകയാണ്. നിന്റെ ഹൃദയം പറയുന്നത് വിശ്വസിക്കൂ, മറ്റുള്ളവർ പറയുന്നതല്ല. ഈ ഒരു വാചകം നിങ്ങൾ ജീവിതത്തിൽ മാറ്റിമറിച്ചു. വിപ്ലവങ്ങൾ തുടങ്ങി, സാധാരണ മനുഷ്യരെ ഇതിഹാസങ്ങളാക്കി. പക്ഷേ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ആ ആന്തരിക ശബ്ദത്തെ മറച്ചു വയ്ക്കുന്നു. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായം കൂടുതൽ ഉച്ചത്തിലാണ്. നിന്റെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ബോസ്, സോഷ്യൽ മീഡിയ എല്ലാവരും നിൻ്റെ ജീവിതത്തിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്: അവരുടെ സ്ക്രിപ്റ്റ് നിൻ്റെ ആത്മാവിന് വേണ്ടി എഴുതിയതല്ല. അടുത്ത 20 മിനിറ്റിൽ നീ സ്വയം വിശ്വസിക്കാനുള്ള ശക്തി വീണ്ടും കണ്ടെത്തും. ഇനി രണ്ടാമതൊരു അഭിപ്രായമില്ല. ഇനി മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി ചുരുങ്ങേണ്ടതില്ല. നീ നിൻ്റെ ഹൃദയം, അത് നയിക്കാൻ ശ്രമിക്കുന്ന മനോഹരമായ ജീവിതം. തയ്യാറാണോ? ആരംഭിക്കാം. നിനക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഉപേക്ഷിച്ച് ആരോ അത് യാഥാർത്ഥ്യമല്ല, നിനക്ക് യോഗ്യതയില്ല, നമ്മളെപ്പോലുള്ളവർ അത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനമായി അത് ചെയ്തതോർക്കൂ. എങ്ങനെ തോന്നി? ഭാരമുള്ളത്, ശൂന്യമായത്, നിൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ. മറ്റുള്ളവരുടെ അഭിപ്രായമനുസരിച്ച് ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്വപ്നങ്ങൾ അവരുടെ അംഗീകാരത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. സുരക്ഷിതമായ വഴികൾ തിരഞ്ഞെടുക്കുന്നു. അവസാനം പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു. എല്ലാവരും ആവശ്യപ്പെടുന്ന ആളാകാൻ വിദഗ്ധരാകുന്നു. പക്ഷേ സ്വയം ആരാണ് എന്നതറിയാത്ത അന്യരാകുന്നു. പക്ഷേ നിൻ്റെ ഹൃദയം അത് കളവ് പറയുന്നില്ല. ട്രെൻഡുകളെക്കുറിച്ചോ സ്റ്റാറ്റസിനെക്കുറിച്ചോ അഭിപ്രായങ്ങളെക്കുറിച്ചോ അത് ശ്രദ്ധിക്കുന്നില്ല. അത് ഒരു കാര്യം മാത്രം അറിയുന്നു: നിന്നെ ജീവനോടെ നിർത്തുന്നത് എന്താണ്. അത് കേൾക്കാതിരുന്നാൽ ദിവസേന നിന്നിലെ ഒരു ഭാഗം മരിക്കുന്നു. ആ സത്യം ഇപ്പോൾ അനുഭവിക്കും. രാത്രി 2 മണിക്ക് ചിലപ്പോൾ അനുഭവിക്കുന്ന ആ വേദന, അത് നിൻ്റെ ഹൃദയം മിടികൂട്ടുന്നതാണ്. നീ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ സുഖത്തെ സ്വന്തം വിളിക്ക് മുകളിൽ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിക്കുന്നു. ഹൃദയം കേട്ട 3 ആളുകളുടെ കഥ പറയാം. ഒന്ന്, 1990കളിലെ ഒരു യുവതി. ഒരു ബോയ് വിസാഡിൻ്റെ കഥകൾ ഒരിക്കലും വിറ്റുപോകില്ലെന്ന് അവരോട് പറഞ്ഞു. പ്രസാധകർ 12 തവണ തിരസ്കരിച്ചു. കുട്ടികൾക്ക് വളരെ ലെങ്തിയായിപ്പോയി. വളരെ വിചിത്രം. അവൾ ദരിദ്രയായിരുന്നു, ഒറ്റയ്ക്ക് കുഞ്ഞിനെ വളർത്തുന്ന സിംഗിൾ മദർ. പക്ഷേ അവളുടെ ഹൃദയം പറഞ്ഞു, എഴുത്. അവൾ എഴുതി. ഇന്ന് JK റൗളിങ്ങിൻ്റെ പുസ്തകങ്ങൾ 60 കോടിയിലധികം വിറ്റു. അവളുടെ ഹൃദയത്തിൽ നിന്നുണ്ടായ ലോകം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ബാല്യം മാറ്റിമറിച്ചു. അടുത്തത്, നിനക്ക് ടാലൻ്റ് ഇല്ല, അഭിനയം മറക്ക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. സ്വന്തം പിതാവ് അവനെ പരാജയമെന്ന് വിളിച്ചു. അവൻ ഓഡീഷനുകൾ തുടർന്നു, വിശ്വസിച്ചു. ആ മനുഷ്യൻ സിൽവസ്റ്റർ സ്റ്റാലോൺ. 3 ദിവസത്തിനുള്ളിൽ റോക്കി എഴുതി സ്ക്രിപ്റ്റ് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു. താൻ തന്നെ അഭിനയിക്കണമെന്ന്. എല്ലാവരും ചിരിച്ചു. റോക്കി ലോകപ്രശസ്ത ചിത്രമായി. പിന്നെ ഏറ്റവും ശക്തമായ കഥകൾ ശാന്തമായവയാണ്. സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ച് ചെറിയ ബേക്കറി തുടങ്ങിയ ഒരു അധ്യാപിക. ഭക്ഷണം ആളുകളെ സുഖപ്പെടുത്തുമെന്ന് അവർ വിശ്വസിച്ചു. 6 അക്ക സാലറി ഉപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച എഞ്ചിനീയർ. ക്ലാസ്മേറ്റുകൾ ക്രിഞ്ചെന്ന് വിളിച്ചിട്ടും ഡാൻസ് വീഡിയോകൾ ഇട്ട ടീനേജർ. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. അവർക്ക് ആരുടെയും അനുമതി ഉണ്ടായിരുന്നില്ല, ഗ്യാരൻ്റി ഉണ്ടായിരുന്നില്ല.
ഹൃദയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മതിയായിരുന്നു. നിന്റെ ഹൃദയം വെറും വികാരമല്ല. ശാസ്ത്രം ഇപ്പോൾ തെളിയിച്ചത്, പുരാതന ജ്ഞാനം എപ്പോഴും അറിഞ്ഞിരുന്നത്, ഹൃദയത്തിന് സ്വന്തം നാഡീവ്യൂഹമുണ്ട്. 40,000-ലധികം ന്യൂറോണുകൾ. അത് സ്വന്തമായി ചിന്തിക്കുകയും ഓർക്കുകയും അനുഭവിക്കുകയും ചെയ്യും. അതായത് നിന്റെ ഹൃദയം നിന്നെ നയിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. നിനക്കാഴത്തിലുള്ള, അതെ, തോന്നുമ്പോൾ ശരീര രസായനം മാറുന്നു, സ്ട്രെസ് ഹോർമോണുകൾ കുറയുന്നു, ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു, അവസരങ്ങൾ മാജിക്ക് പോലെ വരുന്നു. അത് അവഗണിച്ചാൽ ആശങ്ക, ക്ഷീണം, എന്തോ നഷ്ടപ്പെട്ടു എന്ന തോന്നൽ, ശരീരം നിന്നോട് യുദ്ധം ചെയ്യുന്നു. ലോകത്തിന് എപ്പോഴും അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ തനതായ ബ്ലൂ പ്രിൻ്റ് അറിയുന്നത് നിന്റെ ഹൃദയം മാത്രം. ലോകത്തിൻ്റെ ശബ്ദം ഉച്ചത്തിലായിരിക്കുമ്പോൾ എങ്ങനെ ട്യൂൺ ചെയ്യും? ഇന്ന് തുടങ്ങാവുന്ന 4 ലളിതമായ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. 10 മിനിറ്റ് മൗനം. എല്ലാ ദിവസവും രാവിലെ ഫോൺ, മ്യൂസിക്, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഇരിക്കുക. കൈ ഹൃദയത്തിന് മുകളിൽ വെച്ച് ചോദിക്കുക, ഇന്ന് എന്താണ് എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഉത്തരം നിർബന്ധിക്കരുത്, കേൾക്കുക മാത്രം. തീരുമാനം എടുക്കുമ്പോൾ ചോദിക്കുക, ഇത് എന്നെ വിശാലമാക്കുന്നുണ്ടോ അതോ ചുരുക്കുന്നുണ്ടോ? ഹൃദയം ഊർജത്തിലൂടെ സംസാരിക്കുന്നു. അതെ, വിശാലമാക്കുന്നു, ചുരുക്കുന്നില്ല. 80 വയസ്സുള്ള നിന്നിൽ നിന്ന് ഇപ്പോഴത്തെ നിനക്കൊരു കത്തെഴുതൂ. ആ ജ്ഞാനിയായ നീ എന്തു പറയും? നിനക്ക് കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഹൃദയത്തോട് ചോദിക്കുക, പക്ഷേ ഞാൻ ചെയ്താലെന്ത്? ഹൃദയം ദുർബലമായി തോന്നുന്ന ദിവസങ്ങളുണ്ടാകും. അത് സാധാരണമാണ്. ആ ദിവസങ്ങളിൽ ഓർക്കുക, അസാധാരണമായ എന്തെങ്കിലും ചെയ്ത എല്ലാവരും അതേ ഭയം അനുഭവിച്ചു. വ്യത്യാസമെന്താ? അടുത്ത ഘട്ടമെടുത്തു, ഒരു ധൈര്യമുള്ള അതേയിലൂടെ. നിനക്ക് ആരും തരാത്ത അനുമതി ഇതാ. നീ സ്വയം വിശ്വസിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ആഗ്രഹിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ദിശ മാറ്റാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഭ്രാന്താണെന്ന് കരുതിയാലും നിന്റെ ഹൃദയം നിന്റെ മുഴുവൻ ജീവിതകാലമായി നിന്നെ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കൂ. അടുത്ത ധൈര്യമുള്ള കാര്യം എന്താണ് നീ എന്നോട് ആവശ്യപ്പെടുന്നത്? പിന്നെ അത് ചെയ്യുക. മറ്റാർക്കും അർത്ഥമുണ്ടോ എന്നത് കാര്യമല്ല. അത് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ തോന്നുന്നത് കൊണ്ട്. നീ മറ്റുള്ളവരുടെ വേർഷൻ ജീവിക്കാൻ ഉദ്ദേശിച്ചതല്ല. നിന്റെ ഹൃദയം ജനിച്ച ദിവസം മുതൽ സ്വപ്നം കാണുന്ന ജീവിതം ജീവിക്കാൻ ഉദ്ദേശിച്ചതാണ്. നിന്റെ ഹൃദയം പറയുന്നത് വിശ്വസിക്കൂ, മറ്റുള്ളവർ പറയുന്നതല്ല. ആ മനോഹരമായ തീരുമാനത്തിൻ്റെ മറുവശത്ത് കാണാം. അടുത്ത തവണ വരെ കേൾക്കുന്നത് തുടരൂ.